അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചക ജീവിത ചരിത്രത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപ്പത്തിൽ ഉമ്മയെ നഷ്ടപ്പെട്ട കുട്ടി. ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളിലുള്ള ഒരു യാത്രാ തുടക്കം. 6 വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട കുട്ടി. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കായി. പക്ഷെ അള്ളാഹു വിട്ടില്ല. ഇരിക്കുന്നതിന് മുമ്പ് തന്റെ ഉപ്പയും മരണപ്പെട്ടിരുന്നു. പിന്നെ ഉമ്മയെ, പിന്നെ വലിയ അബ്ദുൽ മുത്തലിബിനെയും. ഓരോ നഷ്ടത്തിനു മുന്നിലും ഒരു വലിയ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ദരിദ്രനായിട്ടും പിത്രവ്യൻ അബൂ ത്വാലിബ് സ്വന്തം മകനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയിരുന്നു. അബൂ ത്വാലിബിന് നബിയോടുള്ള സ്നേഹം വളരെ വലുതായിരുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിലെ ശാന്തരായിരുന്നു, വിവേശശാലിയായിരുന്നു. ആരെയും വേദനപ്പെടുത്താതെ, ശബ്ദമുണ്ടാക്കാതെ, കളവ് പറയാത്തൊരു കുട്ടി. അതെ, ഉമ്മനത്തിൽ ഒരു ആടിനെ വളർത്താൻ തുടങ്ങി. തന്നെ ഉമ്മത്തിന്റെ നബി ആടിനെ വളർത്തിക്കൊണ്ടാണ് ജീവിതം തുടങ്ങിയിരുന്നത്. മക്ക മലകളിൽ നിന്ന് ആടുകളെ മേയ്ക്കുന്നതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരു പ്രവാചകനെയും ആട് മേയ്ക്കാതെ അയച്ചിട്ടില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, അങ്ങയോ? അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഞാനും മക്കക്കാർക്ക് വേണ്ടി ഒരാടിനെ ചെറിയ കൂലിക്ക് ഞാനും വളർത്തുന്നുണ്ടെന്ന്. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷമയും നേതൃഗുണവും പഠിപ്പിക്കുകയായിരുന്നു. മക്ക അനാചാരത്തിൽ നിന്ന്, ആഘോഷങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്നിരുന്നു. ആ ചെറിയ കുട്ടി വലുതായി സത്യസന്ധനും വിശ്വസ്തനും മാതൃകയായി. മക്കക്കാർ അൽ അമീൻ വിശ്വസ്തനെന്നും അസാദിഖ് സത്യസന്ധനെന്നും നബിയെ വിളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ബിംബങ്ങളെ ആരാധിച്ചില്ലായിരുന്നു. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ധാന്യത്തിലായിരുന്നു. മക്ക ബഹളങ്ങളിൽ നിന്ന് മാറി ഹിറാ ഗുഹയിലേക്ക് പോകുമായിരുന്നു. കാര്യം അന്വേഷിച്ചു. 25-ാം വയസ്സിൽ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെ വിവാഹ അഭ്യർത്ഥന പ്രവാചകന് ലഭിച്ചു. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലാളിത്യവും കരുണയും വിശ്വസ്തതയും കണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയെ വളരെ ഇഷ്ടപ്പെട്ടു. പ്രവാചക ജീവിത ചരിത്രത്തിലെ പുതിയ ഭാഗത്തിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു.